ആലപ്പുഴ മുഹമ്മ പഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഫണ്ട് തട്ടിപ്പ് കേസിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. പരാതി ഒത്തുതീർപ്പാക്കാൻ CPM നേതാക്കൾ സമീപിച്ചെന്ന് പഞ്ചായത്ത് ജീവനക്കാരി വിജിലൻസിന് മൊഴി നൽകി. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് CPMന് മൃഗീയ ഭൂരിപക്ഷമുള്ള മുഹമ്മ പഞ്ചായത്തിൽ നടന്നത്. പിന്നോക്ക വികസന കോർപ്പറേഷൻ മുഹമ്മ പഞ്ചായത്തിലെ 52 കുടുംബശ്രീ യൂണിറ്റുകൾക്കായി 2.23 കോടി രൂപ വായ്പ നൽകിയിരുന്നു. എല്ലാ യൂണിറ്റുകളും വായ്പ തിരിച്ചടച്ചെങ്കിലും കണക്കിൽ വലിയ വ്യത്യാസമുണ്ടായി. തുടർന്ന് നടത്തിയ ആഭ്യന്തര പരിശോധനയിലാണ് 24,90,000 രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. വർഷങ്ങളായി CPM ആണ് മുഹമ്മ പഞ്ചായത്ത് ഭരിക്കുന്നത്. തട്ടിപ്പ് നടന്ന കാലത്ത് CDSൽ പ്രത്യേക തസ്തികയുണ്ടാക്കി പ്രാദേശിക DYFI നേതാവിനെ നിയമിച്ചിരുന്നു. ഒരാളെ അതിനകത്ത് കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പോസ്റ്റ് ചെയ്യുകയാണ്, കമ്മ്യൂണിറ്റി അംബാസിഡർ എന്നും പറഞ്ഞൊരു പോസ്റ്റും കൊടുത്തിട്ട്. അപ്പോൾ അത് DYFIയുടെ വലിയൊരു സഖാവാണ്. ആ ആളിനെ അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ അക്കൗണ്ടൻറ്റ് വിചാരിച്ചാൽ നടക്കില്ല. അത് ഈ ഭരണസമിതി ഒന്നാകെ തീരുമാനിച്ച് അവർ പാർട്ടി കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരാളെ അകത്ത് കയറ്റിയിരുത്തിയതും. അതാണ് അഴിമതിക്ക് ആധാരമായ പ്രധാന ഘടകവും അതുതന്നെയാണ്. തട്ടിപ്പിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. റിപ്പോർട്ട് അധികം വൈകാതെ കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിജിലൻസ് അന്വേഷണം വേണമോ എന്നതിൽ തീരുമാനമാവുകയുള്ളൂ. അതേസമയം കേസ് വിജിലൻസ് ഏറ്റെടുക്കാതിരിക്കാൻ CPM രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.